ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷംനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റവ വെച്ചിട്ടുള്ള ഉപ്പുമാവ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഒട്ടുമിക്ക ആൾക്കാർക്കും ശരിയായി കിട്ടാറില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡാൽഡ നന്നാക്കി ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് റവ എടുക്കാം. അപ്പോൾ റവ എടുക്കുമ്പോൾ എപ്പോഴും അളന്നെടുക്കണം. അപ്പോൾ ഞാൻ ഈ 2 ബൗളിലായിട്ടാണ് റവ അളന്നെടുത്തത്. ഒരു വലിയ ബൗളിലും ഒരു ചെറിയ ബൗളിലും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡാൽഡ ഒക്കെ മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നാക്കി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ലോക്കും മീഡിയത്തിനും ഇടയ്ക്ക് വെച്ചിട്ട് നന്നാക്കി വറുത്തെടുത്തിട്ട് നമ്മൾ ഈ മണൽത്തരികളില്ലേ, അതേപോലെ നല്ല തരിപ്പായിട്ട് നിൽക്കണം വറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉപ്പുമാവ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കോൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണ് നമ്മുടെ ഉഴുന്ന് പരിപ്പില്ലേ, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ യൂസ് ചെയ്യുന്നത്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഇഞ്ചിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്പുമാവിന്. അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുത്തു. ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി നന്നാക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു വലിയ സവാള എടുത്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഇത് ചേർത്ത് കൊടുത്ത് നന്നാക്കി തന്നെ വഴറ്റിയെടുക്കണം. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വരണം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരാൻ കുറച്ച് ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ബൗളിൽ നിറയെ ഞാൻ ഗ്രീൻ പീസ് ഒന്ന് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഓയിൽ കിടന്നിട്ട് ഈ ഗ്രീൻ പീസും സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഗ്രീൻ പീസും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഓപ്ഷണലാണ്. ഇപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പുമാവിന് ആവശ്യമായ വെള്ളം എന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റവ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1.5 കപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബൗളിന് 1.5 കപ്പ് ചേർത്തു. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ചെറിയ ബൗളിനും 1.5 കപ്പ് വെള്ളം ചേർക്കുകയാണ്. ഫസ്റ്റ് 1 കപ്പ് ചേർക്കുക, പിന്നെ 1/2 കപ്പും ചേർക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ തിളച്ച വെള്ളമാണ് ഓൾറെഡി ഒഴിച്ചു കൊടുത്തത്. ഇത് നന്നാക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണോ നോക്കുക. ഇനി നമുക്കിതിലേക്ക് വറുത്തെടുത്ത റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് കുറേശ്ശെ റവ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോവും. ആ കറക്റ്റായിട്ടുള്ള പരുവാവൂല. ഇപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മളിതിലേക്ക് കുറേശ്ശെ റവ ചേർത്ത് നന്നാക്കി മിക്സാക്കി കൊടുക്കുകയാണ്. അങ്ങനെ മൊത്തം റവയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ലോക്കും മീഡിയത്തിനും ഇടയ്ക്ക് വെച്ചിട്ട് നന്നാക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നന്നാക്കിയിട്ട് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അമർത്തി വെക്കുക. എന്നിട്ട് നമ്മൾ 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ അത് 2-3 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ തുറന്ന് നോക്കിയാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി നോക്കിയാൽ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. നല്ല അടിപൊളി പരുവായിട്ടുണ്ടാവും. തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കട്ട പിടിക്കാതെ നല്ല സൂപ്പർ ഉപ്പുമാവാണ്. അപ്പോൾ ഈ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ ഉപ്പൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയായിരുന്നു. പിന്നെ ഉപ്പയാണ് എനിക്ക് പഠിപ്പിച്ച് തന്നതും. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂടോടെ തന്നെ അത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. പിന്നെ അതുമല്ല, ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.